എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉഗ്രനായിട്ടുള്ള ഒരു യുക്രൈനിയൻ സ്റ്റൈൽ ചിക്കൻ ഡിഷാണ്. അപ്പോൾ ഇത് ഞങ്ങളെ പരിചയപ്പെടുത്തിയത് ഒരു യുക്രൈനിൽ നിന്നൊരു കൂട്ടുകാരിയാണ്. ഞങ്ങളെല്ലാവരും കൂടി ഉണ്ടാക്കിയ സമയത്ത് ഇതിൻ്റെ റെസിപ്പി കണ്ടപ്പോൾ എനിക്ക് ഡൗട്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്ന്. കാരണം നമ്മൾ സാധാരണ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി ഇട്ടിട്ടാണല്ലോ നമ്മൾ, മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഉണ്ടാക്കി അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്ന സമയത്ത് എല്ലാവർക്കും അത് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു എന്തായാലും നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുത്ത് എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മളുടെ ഉക്രൈനിയൻ സ്റ്റൈൽ ചിക്കൻ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല വലിയ 2 തൈ പീസാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള പീസ് എടുക്കാം. കുറച്ച് വലുതാണെങ്കിൽ അത്രയും ജ്യൂസി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും വലിയ പീസ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മയണൈസ്, ചീസ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെഡാറാണ്. വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ചീസ് എടുക്കാവുന്നതാണ്. പിന്നെ ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി, സവാള, 1 സവാള, 3 ഉരുളക്കിഴങ്ങ്. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടിയ ഇൻഗ്രീഡിയൻസ്. പിന്നെ നമുക്ക് തുടങ്ങാം. നമുക്ക് ആദ്യം തന്നെ നമ്മൾ ചിക്കൻ എടുത്തിട്ട് നമ്മളൊരു വലിയൊരു ബോളിനകത്തിട്ടിട്ട് നമ്മളുടെ ഈ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, സവാള, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ടതിന് ശേഷം നമ്മളുടെ മയണൈസ് നമ്മളിടുക. ഇപ്പോൾ ഞാൻ 2 വലിയ ചിക്കൻ പീസ് എടുത്ത കാരണം നമ്മളൊരു 5 ടേബിൾ സ്പൂൺ മയണൈസാണ്. ഇത് റെഡിമെയ്ഡ് മയണൈസാണ്. നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ അത്ര നല്ലത്. ഇതിട്ടതിന് ശേഷം നന്നായിട്ട് ഇതിനെ നമുക്ക് ഒന്ന് കുഴക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിനെ പിടിപ്പിക്കണം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു അരമണിക്കൂർ ഫ്രിഡ്ജിനകത്ത് സെറ്റ് ആവാൻ വേണ്ടി വെക്കണം. നമ്മൾ ഫ്രിഡ്ജിനകത്ത് സെറ്റായി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ പുറത്തെടുത്ത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കി കുക്കിങ്ങിന് വേണ്ടി ഇത് ഉപയോഗിക്കാവുള്ളൂ. പിന്നെ നമ്മളുടെ 3 പൊട്ടാറ്റോസും ഈ രൂപത്തിൽ അങ്ങ് അരിഞ്ഞ് സൈഡിലോട്ട് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മളുടെ ബേക്കിംഗ് ട്രേ എടുത്തതിന് ശേഷം അതിൽ നമ്മൾ ഓയിൽ എടുത്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പുറത്ത് ഞാൻ കുറച്ച് വെള്ളം കൂടി തുള്ളുന്നുണ്ട്, അടുക്കി പിടിക്കാതിരിക്കാൻ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിവിടെ വെളിച്ചെണ്ണ ഒഴികെ ഒന്നെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ആണ് യൂസ് ചെയ്യാനുള്ളത്. അതിനുശേഷം ഇപ്രകാരം നമ്മളുടെ ഉരുളക്കിഴങ്ങ് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ട്രേയുടെ പുറത്ത് ഫുള്ള് നമ്മൾ സ്പ്രെഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഉപ്പും കുരുമുളക് പൊടിയും ഇപ്രകാരം അതിൻ്റെ പുറത്ത് നമ്മൾ തൂളിയിടുക. അതിനുശേഷം നമ്മളുടെ ചിക്കൻ എടുത്ത് നമ്മൾ ഈ ട്രേയുടെ ഈ പൊട്ടാറ്റോസിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ വെച്ച് ബാക്കിയുള്ള ഗ്രേവിയൊക്കെ നന്നായിട്ട് അതിൻ്റെ പുറത്ത് തിരുമ്മി വെച്ചതിന് ശേഷം നമ്മൾ ഇതിനെടുത്തിട്ട് നമ്മളുടെ അവനിലോട്ട് കയറ്റുക. അപ്പോൾ ഞാൻ ഇവിടെ ടെമ്പറേച്ചർ 180 ഡിഗ്രി ഫോർ 45 മിനിറ്റ്സ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്നിട്ട് ഈ ട്രേ എടുത്തിട്ട് നമ്മൾ വയ്ക്കാൻ വേണ്ടി അങ്ങ് കയറ്റി വെക്കുക. അപ്പോഴേക്കും അത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മളുടെ സോസ് ഒന്ന് റെഡിയാക്കാം. സോസ് റെഡിയാക്കാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ മയണൈസിനകത്ത് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോഴേക്കും ഒരു അരമണിക്കൂർ കേട്ടോ, ആദ്യം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ഡിഷ് എടുത്ത് പുറത്തോട്ട് വെച്ചതിന് ശേഷം നമ്മളൊന്ന് ഫോക്ക് വെച്ചൊന്ന് കുത്തിയിട്ട് തിരിച്ച് നമ്മൾ പൊട്ടാറ്റോസ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും നമ്മളൊന്ന് ഇടേണ്ടതാണ്. മറിച്ചിട്ടതിന് ശേഷം ഇപ്രകാരം ഫോക്ക് വെച്ചിട്ട് നമ്മൾ കുത്തണം. കാരണം അതിനകത്ത് നന്നായിട്ട് ഈ നമ്മളുടെ ഗ്രേവിയൊക്കെ ഉള്ളിലോട്ട് കയറി ചെല്ലാൻ വേണ്ടിയാണ് ഇത് ചെയ്യണത്. എന്നിട്ട് നമ്മളുടെ ഈ ചീസ് അതിൻ്റെ പുറത്ത് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ തിരിച്ച് പിന്നെ അതിന് ശേഷം നമുക്കൊരു 8 മിനിറ്റോ അല്ലെങ്കിൽ 9 മിനിറ്റ് മാത്രം നമ്മൾ ബേക്ക് ചെയ്താൽ മതി. നമ്മളുടെ ഡിഷ് റെഡിയായി. അങ്ങനെ നമ്മുടെ അതിഗംഭീരമായിട്ടുള്ള ഉക്രൈനിയൻ സ്റ്റൈൽ ചിക്കൻ ഡിഷ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇവിടെ ഇത് ആൾക്കാർ ബ്രെഡും അതുപോലെ തന്നെ സോസിൻ്റെ കൂടെയൊക്കെയാണ് കേട്ടോ കഴിക്കുന്നത്. പക്ഷെ വളരെയധികം ഗംഭീരമായിട്ടുള്ള ടേസ്റ്റാണ്.
അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. അതുവരേക്കും ബൈ.